ഇപ്പോൾ ഇവിടെ ഏഞ്ചൽസ് വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയും. മെഡിറ്റേഷൻ ചെയ്താലാണ് നമ്മുടെ ഉള്ളിലെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിക്കുക. ഈ ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും. ക്രിസ്റ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ആണ്. ഇപ്പം നിങ്ങൾ നെഗറ്റീവ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ ആ നെഗറ്റീവ് എനർജി സ്റ്റോർ ചെയ്യും, പോസിറ്റീവ് ആണ് ഉപയോഗിക്കുന്ന പോസിറ്റീവ് എനർജി സ്റ്റോർ ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്നെ ഇവിടുന്ന് ഹീൽ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. കഴിയുമോ? ഞാൻ അധികം ആളും കണ്ടു വെച്ചാൽ ആരും നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്താൽ ഇപ്പോൾ ഹീലർ ആയിക്കോട്ടെ അവർ സ്വയം ബോഡിയിൽ വർക്ക് ചെയ്യുന്നില്ല. സാധാരണ ഒരു കാര്യം പഠിച്ചിട്ടില്ലെങ്കിലും ഒരു 10 മിനിറ്റ് ഒരു ദിവസം 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. ക്ലിയർ കോഗ്നൈസൻസ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അറിയാണ്ട് തന്നെ ഒരു കാര്യം ഇപ്പം നമ്മൾ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ ആൾക്കാരുണ്ട് ഏഞ്ചൽസ് പറ്റി ഒന്നും പഠിച്ചില്ല, പക്ഷെ അവർക്ക് ഭയങ്കര പവറാണ്. ഏഞ്ചൽസ് അവർ പ്രെയർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അത് അറിയാണ്ട് ചെയ്യുന്നത് അത് ഒരു കഴിവാണ്. അപ്പം ക്ലിയർ കോഗ്നൈസൻസ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യുക. ഇപ്പം നിങ്ങളെ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങളെ പെയിൻ എൻ്റെ കാലിനാണ്, ആ സ്പെസിഫൈഡ് ഓർഗൻസിലെ പെയിന് എനിക്ക് വരും. നിങ്ങൾ ഇപ്പം സങ്കടമാണ് നിങ്ങളെ ഇതെങ്കിൽ ആ സങ്കടം എൻ്റെ ഉള്ളിൽ വരും. ആ ഇതാണ്. അപ്പോൾ ഇത് 4 കൂടി ഇല്ല ഒരാളാണെങ്കിൽ, 4 ഏതെങ്കിലും ഒന്നായാലും മതി, നമുക്ക് അറിയാൻ പറ്റും ഏഞ്ചൽസ് വന്നു കഴിഞ്ഞാൽ. അതൊരു രഹസ്യവിദ്യയാണെന്ന് കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യം. അതെ, രഹസ്യവിദ്യ തന്നെയാണ്. പക്ഷെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ എൻ്റെ കാര്യം ഇവിടെ ഇരുന്നു കൊണ്ട് പറയാൻ കഴിയും. ഇപ്പോൾ ഏഞ്ചൽസിനെ വിളിച്ചു വരുത്തിയിട്ട് അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണ് അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? പറയുമല്ലോ. നമ്മൾ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിൽ ഏഞ്ചൽസിനെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ പെന്നും ബുക്കും വെച്ചിട്ട് നമ്മൾ ചോദ്യം ചോദിക്കും. അപ്പോൾ അവർ എഴുതിയിട്ട് വരും. അത് വേറെ ലാംഗ്വേജിലായിരിക്കും. നമ്മളത് ചിലപ്പം കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസ് മനസ്സിലാവും. നമ്മൾ വായിച്ചു നോക്കിയാൽ അതവിടെ എഴുതിയിട്ടുണ്ടാവും എന്താണ് കാര്യം എന്നില്ല. നമുക്ക് പോലും അറിയില്ല എന്താ എഴുതിയെന്നില്ല, വായിക്കുമ്പോഴേ അറിയാം. അപ്പം നമ്മളിപ്പോൾ പെൻഡുലം ഉപയോഗിക്കുന്നില്ല, പെൻഡുലം ഉപയോഗിക്കുന്നത് ആകാശ റെക്കോർഡ് ഇതല്ല, ഇതാണ് നമ്മളെ ബ്രെയിനിൽ സിഗ്നൽസ്. ഞാനീ പറഞ്ഞില്ല 12 ചക്രയിൽ ഏറ്റവും മുകളിലത്തെ യൂണിവേഴ്സൽ ചക്രയുണ്ട്. യൂണിവേഴ്സൽ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ സോൾ ചക്രയായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഹീലിംഗ് ചെയ്യുമ്പോഴാണ് പ്രധാനമായിട്ട് നമുക്ക് തേർഡ് ഐ, അതായത് ക്ലെയർവോയൻസ് ഏതെങ്കിലും ഒന്ന് ആക്ടിവേറ്റ് ആയിരിക്കണം. ഇപ്പം അതുകൊണ്ടാണ് റേക്കിയിലെല്ലാം പറയുന്നത് 21 ഡേയ്സ് നിങ്ങൾ സെൽഫ് ഹീൽ ചെയ്യണം. സെൽഫ് ഹീൽ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന്. കാരണം എല്ലാവരും അങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർക്കല്ല ദേഷ്യം തോന്നുക, എന്താ പഠിച്ചില്ല നാളെ മുതൽ ഹീൽ ചെയ്താൽ എന്താണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരാളെ ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാളെ കാർമിക്കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ചിലപ്പം ബ്ലാക്ക് മാജിക് കൊണ്ട് ഇത് വരും, അല്ലെങ്കിൽ ഈവിളൈ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ നമുക്ക് മനസ്സിലാവും. അതിലേക്ക് നമ്മൾ വേണ്ടാണ്ട് ഇന്റർഫിയർ ചെയ്താൽ ഇത് നമ്മളിലേക്ക് വരും. ആ എനർജി ഇപ്പോൾ ഒരു എനർജി ഒരു സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു കാരണത്താലായിരിക്കും. അല്ലാണ്ട് വെറുതെ ഒരു എനർജി പോയിട്ട് ഒരു സ്ഥലത്ത് ബ്ലോക്ക് ഇടൂല, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അതിന്. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാളെ ഹീൽ ചെയ്യാൻ കഴിയുമോ? ഹീൽ ആയിരിക്കും വേണമെങ്കിൽ ചെയ്യാലോ. ഹീൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാവില്ല. കാരണം ഒന്നിക്കലും ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടാവും അയാൾക്ക്, നമ്മൾ അറിയാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടാവും. കാരണം നമ്മൾ മനുഷ്യരല്ല, എല്ലാവരും ദൈവികമായ ഇതൊന്നും ഇല്ല ആൾക്കാരല്ലല്ലോ. എല്ലാവർക്കും അങ്ങനെ ഇപ്പം എനിക്ക് അങ്ങനെ ഹീല് കൊടുക്കേണ്ട ഒരു ആവശ്യകതയൊന്നും ഉള്ള ഒരാളല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആ ഹീൽ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും ഇവര് നമുക്ക് വെറുതെ ഒരു പരീക്ഷണത്തിന് വന്നതാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ ചോദിക്കാണ്, എന്നെ ഇവിടുന്ന് ഹീൽ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കാണ്. കഴിയുമോ? ആരെ വേണമെങ്കിലും ഹീൽ ചെയ്യാം. പക്ഷെങ്കിൽ ഹീൽ ചെയ്ത് നിങ്ങളായിട്ട് കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ മൈൻഡിലെ കാര്യങ്ങൾ നമുക്ക് ഒരു ഹീലർക്ക് തേർഡ് ഐ ആക്ടിവേറ്റ് ആയിരിക്കണം. അതാണ് പറയുന്നത്. നിങ്ങൾ വന്നിരിക്കുന്ന എന്തിനാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഇന്ന സ്ഥലം, അത് നമ്മളിപ്പം നിങ്ങളെ ബോഡി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണിക്കും ഇന്ന പ്രോബ്ലം ഇന്ന ഇത്. അതുകൊണ്ടാണ് തേർഡ് ഐ ആക്ടിവേറ്റ് ആണ്. തേർഡ് ഐ ആക്ടിവേറ്റ് ആണെങ്കിൽ നമ്മൾ 21 ഡേയ്സ് മിനിമം ആണ്. ചില ആൾക്ക് 1 വർഷം എടുക്കും, ചില ആൾക്ക് 2 മാസം കൊണ്ട് ആക്ടിവേറ്റ് ആവും. ഇത് ആക്ടിവേറ്റ് ആണെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് ആക്ടിവേറ്റ് ആവില്ല. ഇതൊരു പ്രോസസ്സാണ്. സ്ലോലി. കാരണം ഒരു ദിവസം കൊണ്ട് നമ്മളിപ്പം രാഹുലിന് ഒരു ദിവസം പെട്ടെന്ന് കൊണ്ടുപോയിട്ട് അമേരിക്കയിൽ ഇറക്കി അങ്ങ് വിട്ട്, കണ്ണ് കെട്ടിക്കൊണ്ട് ഇറക്കി അങ്ങ് വിട്ട്, എന്ത് ചെയ്യും? പുതിയ സ്ഥലം, പുതിയ ആള്, ഒന്നും മനസ്സിലാവില്ല, ആകെ ഭ്രാന്തായി പോകും. അതേ സ്ഥാനത്ത് നമ്മൾ അമേരിക്കനെ പറ്റി എല്ലാം പറഞ്ഞു തന്ന്, ഇങ്ങനെ പിക്ചറെല്ലാം കാണിച്ചു തന്ന്, ടിക്കറ്റ് എടുത്ത് സ്ലോലി ഫ്ലൈറ്റ് കൊണ്ട് ഇറക്കി ഒരാൾ കൈപിടിച്ച് കൊണ്ടുപോയി കാണിക്കുമ്പോൾ എന്താണ് വ്യത്യാസമില്ലേ? നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെയാണ് നമ്മൾ ഈ തേർഡ് ഐ ചില ആൾ കാണാൻ ഞാനിപ്പോൾ കണ്ടിട്ട് ഒരു ദിവസം കൊണ്ട് ആക്ടിവേറ്റ് തേർഡ് ഐ. അതെല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കും. നമ്മൾ ആ തേർഡ് ഐനെ അൺബാലൻസ് ചെയ്യും.
നമ്മൾ മാനസിക വിഭ്രാന്തി ആയിപ്പോവും. ഇതൊരു പ്രാവശ്യം ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഓപ്പൺ ചെയ്തെന്ന് ആ ഗുരു വിചാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വേറൊരു പ്രാക്ടീസ് ആയിട്ട് വേണം ഇത് ക്ലോസ് ചെയ്യിക്കാൻ. പിന്നെ അഥവാ ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ഭയങ്കരമായ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം ഇതെല്ലാം ഒരു ദിവസത്തെ അല്ല, ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. അപ്പം ആർക്കേഞ്ചൽ റാഫേലിനെ നിങ്ങളിങ്ങനെ വിളിച്ചതിന് ശേഷം നമ്മളിപ്പം ഒരു ഗ്രീൻ ക്യാൻഡിൽ എടുക്കുക. ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ ഗ്രീനാണ് ഉപയോഗിക്കാറ്. ഈ ക്യാൻഡിൽ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഈ വാക്സ് ക്യാൻഡിൽ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഗ്രീൻ ക്യാൻഡിൽ എടുക്കുന്നത്? ഗ്രീൻ ആണ് ആർക്കേഞ്ചൽ റാഫേലിൻ്റെ കളർ വരുന്നത്. അപ്പം ആ ഒരു കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന ആ ഒരു എനർജി, കളർ എനർജി. അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഈ ഓർഡിനറി വാക്സ് ക്യാൻഡിൽ ഉപയോഗിക്കുക, അത് വിഷം ഉണ്ടാക്കും. നമ്മളിതൊന്നും ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു എനർജി വേണ്ട. അപ്പോൾ അതിന് നാച്ചുറൽ ക്യാൻഡിൽസ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് അതിൽ ക്രേവ് ചെയ്യുക. ആർക്കേഞ്ചൽ റാഫേലിൻ്റെ പേര് ക്രേവ് ചെയ്യുക. ക്രേവ് എന്ന് വെച്ചാൽ എഴുതുക, അതിൻ്റെ മുകളിൽ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് പേര് എഴുതുക. അതിനുശേഷം നമ്മൾ ഈ സ്വിച്ച് വേർഡ് എഴുതുക. എന്താണ് ഹെൽത്ത്, ഇപ്പം ഹീലിംഗ് ആണല്ലോ വേണ്ടത്. അപ്പം ഹീലിങ്ങിനില്ല സ്വിച്ച് വേർഡ് എഴുതുക അതിൻ്റെ മുകളിൽ. ഏത് സ്വിച്ച് വേർഡ് എടുക്കാം നിങ്ങൾക്ക്, അത് പോസിറ്റീവായ സ്വിച്ച് വേർഡ് ആയിരിക്കണം. അഫർമേഷൻ എന്താണോ ഹീലിംഗ്, ഐ ആം ഹെൽത്തി, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഹെൽത്ത്, അല്ലെങ്കിൽ അബണ്ടൻസ് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എഴുതുക. അതിൽ എഴുതിയിട്ട് ആ മെഴുകുതിരി ഒന്നും അഗർബത്തിയെല്ലാം കൊണ്ട് ചാർജ് ചെയ്തതിന് ശേഷം അത് വെക്കുക. പ്രെയർ ചെയ്യുക, പ്രസൻസിന് വേണ്ടിയിട്ട് 3 പ്രാവശ്യം വിളിക്കുക. ക്യാൻഡിൽ ലൈറ്റ് ചെയ്യുക. പിന്നെ ക്രിസ്റ്റൽ ഇല്ല ആൾക്കാർക്ക് ക്രിസ്റ്റൽസിൻ്റെ ബോൾസ് എല്ലാം കിട്ടും ഇങ്ങനെ ക്രിസ്റ്റൽസിൻ്റെ. അപ്പോൾ അത് ജസ്റ്റ് ക്ലീൻ എല്ലാം ചെയ്തതിന് ശേഷം ഉപ്പുവെള്ളത്തിലോ അങ്ങനെ ക്ലീൻ ചെയ്ത് കയ്യിൽ പിടിച്ചിട്ട് ഏഞ്ചലിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, എന്താണോ നിങ്ങൾക്ക് ആവശ്യം. ഇപ്പം നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയാണ് ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇത് ചെയ്തിട്ട് ക്രിസ്റ്റൽ അതിൻ്റെ അടുത്ത് വെക്കുക, ആ മെഴുകുതിരി. പിന്നെ നമ്മൾ പ്രെയർ ചെയ്യുക കുറച്ച് നേരം അതിൻ്റെ അടുത്തിരുന്ന്. അപ്പോൾ ആ മെഴുകുതിരി കത്തിത്തീരുന്നവരെ എന്ന് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഈ ഏഞ്ചലിൻ്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ ഈ നിൽക്കുന്ന ക്യാൻഡിലിൽ നിന്ന് ബേൺ ആകുന്ന ആ എനർജി ഉണ്ടല്ലോ, അത് ഈ ക്രിസ്റ്റൽ എടുക്കും. ക്രിസ്റ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ആണ്. അതായത് ഏത് എനർജീനും സ്റ്റോർ ചെയ്യും. ഇപ്പം നിങ്ങൾ നെഗറ്റീവാണ് ഉപയോഗിക്കുന്നെങ്കിൽ ആ നെഗറ്റീവ് എനർജി സ്റ്റോർ ചെയ്യും, പോസിറ്റീവാണ് ഉപയോഗിക്കുന്ന പോസിറ്റീവ് എനർജി സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുമ്പം ചുറ്റുമില്ല എനർജീസിന് ഇത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് നിങ്ങളിത് നിങ്ങളെ കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അടുത്ത ആർക്കാണോ അസുഖം ഇല്ലത് അവരെ കിടക്കുന്നിടത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഹെൽത്ത് സംബന്ധമായി ചെയ്യുന്ന ഒരു ചെറിയ ഒരു സാധാരണ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെല്ലാണ്. ഇത് ചെയ്താൽ മാത്രം മതി, നിങ്ങൾ വലിയ കാര്യങ്ങളും ചെയ്യേണ്ട. ഒരാൾക്ക് അസുഖം മാറി, ഇപ്പോൾ ഒരു നല്ല പനിയുണ്ട്, 2 ദിവസമായിട്ട് പനി, നിങ്ങൾ ചെയ്ത് നോക്ക്, പനി പെട്ടെന്ന് കുറയുന്നതാണ്. അപ്പോൾ നമുക്ക് ആർക്കും വേണ്ടി ചെയ്തു. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ നമുക്ക് ഇപ്പം ലേഡീസിന് മെൻസ്ട്രൽ ഇഷ്യൂസ്, അങ്ങനത്തെ മെനോപോസ്, അങ്ങനത്തെ എല്ലാം പ്രോബ്ലംസ് വരുമല്ലോ. അപ്പോൾ ലേഡീസുമായി ബന്ധപ്പെട്ടില്ല എന്ന് ആർക്കേഞ്ചൽ ഹാനിയൽ HNIL ഹാനിയൽ. അപ്പോൾ ഈ ഹാനിയൽ ഏഞ്ചലിനെ നമ്മൾ വിളിച്ചിട്ട് ഈ കൈകൾ ഇങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിക്കുക, ഹാനിയൽ ഏഞ്ചലിനെ വിളിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ കൈകളിലേക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്, കാരണം നമ്മുടെ പ്രാണോർജമായിട്ട് നമ്മൾ കുറച്ച് നേരം ആ പ്രെയർ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രാണോർജമായിട്ട് ജോയിൻ്റ് ആവും. അപ്പോൾ നമ്മൾ കൈകളിലേക്ക് ഊതിക്കഴിഞ്ഞാൽ കൈകളിൽ ആ ഊർജ്ജം ഉണ്ടാവും. അത് നമ്മൾ നാഭിയിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സാക്രൽ ചക്രയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ മെൻസ്ട്രൽ പെയിൻ ഓട്ടോമാറ്റിക്കായി ചിലപ്പം ഈ സമയത്ത് പിന്നെ അടുത്ത സൈക്കിൾ ആകുമ്പോഴത്തേക്ക് ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കണം 21 ഡേയ്സ്. അടുത്ത സൈക്കിൾ ആകുമ്പോഴത്തേക്ക് ഓക്കെ ആവും, പെയിൻ ഉണ്ടാവില്ല. അങ്ങനെ ഓരോ ടെക്നിക്സ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഏഞ്ചൽസ് വന്നു നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതായത് അങ്ങ് പറഞ്ഞു ഇപ്പോൾ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ച് അത് ബേൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ചുറ്റിനും ഈ ഏഞ്ചൽസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. നമുക്ക് ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് എങ്ങനെ മനസ്സിലാവും ആ ഏഞ്ചൽസിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന്? ഇപ്പം എങ്ങനെയാ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ, നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്ലെയർ ഓഡിയൻ, ഈ ക്ലെയർ സെൻസ് ഏതെങ്കിലും ഒന്ന് ആക്ടിവേറ്റ് ആയാലും മനസ്സിലാവുക. സെൻസിങ് പവറാണ് നമ്മൾ ചില ആൾക്ക് ശരീരത്തിൽ ഇങ്ങനെ തൊട്ട് പോയ ഫീൽ ചെയ്യുക, അങ്ങനെയല്ല. അതാണ് ക്ലെയർ ഈ സെൻസ്. ശരിക്കും അത് ആക്ടിവേറ്റ് ആവണം ഒരാളിൽ. പക്ഷെ ചില ആൾക്കാർക്ക് അത് ജന്മനാ ഉണ്ടാവും. എന്നാ ഒന്നും അറിയാത്ത ആൾക്കാർ എന്നെ വിളിച്ചു പറയും, ഞാനിങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് പ്രൈവസി, ഞാൻ തന്നെ ഇങ്ങനെ അതിശയിക്കും, അപ്പോൾ ഇവർക്കെല്ലാം ഇത്രയും പവർ ഉണ്ട് എന്ന്. നമ്മൾ ആരെയും ചെറുതായി കാണാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. കാരണം അവരൊന്നും പഠിച്ചില്ല, ഒരു ഹീലിംഗ് പഠിച്ചില്ല. പക്ഷെ അവർ തൊട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരായിരിക്കും എന്തെങ്കിലും ഒരു വെള്ളം ജസ്റ്റ് പ്രയർ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹീലിംഗ് നടക്കും. അതിൻ്റെ അർത്ഥം എന്താ, അവരുടെ ഉള്ളിൽ പാസ്റ്റ് ലൈഫ് ചെയ്ത ഒരുപാട് ഇതുണ്ടാവും, കഴിവുകളുണ്ടാവും. അത് ഇവിടെ ആക്ടിവേറ്റ് ആവും. അപ്പം നമ്മൾ കണ്ണ് അടച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. ഒരു ദിവസം നമുക്ക് മനസ്സിലായില്ല എങ്കിൽ സാരമില്ല, നിങ്ങൾ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം അങ്ങനെ ഒരു ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ ഈ എനർജി ആയിട്ട് അലൈൻ ആവും.
നമ്മുടെ എനർജിയും ഈ എനർജിയുമായിട്ട് അലൈൻ ആവും. അപ്പം നമുക്ക് വേഗം മനസ്സിലാവും. ഇപ്പൊ ഇവിടെ ഏഞ്ചൽസ് വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയുമോ? അതായത് നമ്മളിപ്പോ ഏഞ്ചൽസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ എന്തിനെ പറ്റിയാണ് ഇപ്പൊ സ്പിരിറ്റ്സിനെ പറ്റി പറയുമ്പോൾ സ്പിരിറ്റ്സ് വരും. അതെന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു വേർഡ് സൗണ്ട് ഇതൊരു എനർജിയാ. അപ്പൊ നമ്മളിങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ ഈ എനർജി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എനർജി ജനറേറ്റ് ചെയ്യല്ല, എനർജി ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ അട്രാക്ട് ചെയ്യും. നമ്മൾ ഈ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഈ ഇതുണ്ടല്ലോ സൗണ്ട്, ആ ടൈപ്സ് ഓഫ് എനർജീനെ അട്രാക്ട് ചെയ്യും. അപ്പം നമ്മൾ എവിടെ ഇരുന്നാലും അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രെയർ ചെയ്താൽ അത് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ നമ്മുടെ ബ്ലോക്കേജ് കൊണ്ട് നമ്മുടെ മൈൻഡിന്റെ, ഞാൻ ഈ പറഞ്ഞില്ലേ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും സംശയാലുവാ. ഇപ്പം ഈ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ആദ്യം ഫീൽ ചെയ്യും, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വെറുതെ ആണെന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ നമ്മൾ ആ കോൺഷ്യസ് മൈൻഡിനെ മാറ്റി നിർത്തണം കുറച്ചു നേരം, എന്നാലും മാത്രമേ ഇതിനെ ഫീൽ ചെയ്യാൻ. ഇവിടെ ഏഞ്ചൽസ് ഉണ്ടോ? ഏഞ്ചൽസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസൻസ് അറിയാൻ പറ്റും. പ്രസൻസ് ഇപ്പോഴല്ല, നേരത്തെ ഉണ്ട്. പക്ഷെങ്കിൽ അത് എന്താ വെച്ചാൽ നമ്മള് ക്ലിയർ ഇത് ഓക്കെ അങ്ങ് നമുക്കപ്പം മനസ്സിലാവും, ഫീൽ ചെയ്യും. അങ്ങ് ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് അല്ല, ഒരുപാട് വർഷമായി ചെയ്തുകൊണ്ട് ഞാൻ അതിൽ മാസ്റ്റർ ആവണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചില ആളെ എന്നെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് ഇന്ന കാര്യം നടന്നു പറയുമ്പോൾ എനിക്ക് പോലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർക്ക് നടക്കുന്നത്. ഒന്നും അറിയില്ല, അവരൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഞാനിതിൽ മാസ്റ്റർ ആണെന്നില്ല, ഇതൊന്നുമില്ല. നമ്മള് എന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഇപ്പൊ രാഹുൽ നാളെ പഠിച്ചു കഴിഞ്ഞാൽ രാഹുൽ ദിവസം എന്നെക്കാളും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലങ്ങനെ മാസ്റ്റർ, ടീച്ചർ, കുട്ടികൾ അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു മീഡിയംഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹീലിംഗിൽ. അപ്പൊ ഇതുപോലെ മാസ്റ്റർഷിപ്പ് ഒരു മീഡിയമാണ്. എൻ്റെ അറിവുകളോ ഇപ്പൊ ഞാൻ ഈ പറയുന്നതെല്ലാം ഞാൻ പഠിച്ചുണ്ടാക്കിയ അറിവുകളായിരിക്കില്ല, ഇത് ഗുരുക്കന്മാരുടെ അറിവുകളായിരിക്കാം. അവർ ചിലപ്പം കണക്ട് ചെയ്ത് എനിക്ക് പറഞ്ഞു തരണം. അതുകൊണ്ട് നമുക്ക് ആർക്കും ഡിനേ ചെയ്യാൻ, അതായത് സ്റ്റുഡിയോയിലും ഉണ്ട്, സ്റ്റുഡിയോയിലുണ്ടാവും. സ്റ്റുഡിയോ ഇപ്പോൾ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അറിയുന്ന ഒരാൾക്ക് ക്ലിയർ സെൻസ് ആക്ടിവേറ്റ് ആയ ഒരാൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ലെഫ്റ്റ് എപ്പം ശ്രദ്ധിക്കണ, ലെഫ്റ്റ് സൈഡ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ലെഫ്റ്റ് ഹാൻഡിന്റെ പാം ചക്രയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു ടിംഗ്ലിങ്, ഒരു നമ്മൾ ശരിക്കും ഒരു ഇതേ ടിംഗ്ലിങ് സെൻസേഷൻ ഉണ്ടാവും, അല്ലെ ലെഫ്റ്റ് പാർട്ടിൽ എവിടെയെങ്കിലും. കാരണം നമ്മളെ ലെഫ്റ്റ് പാർട്ട് കൺട്രോൾ ചെയ്യുന്ന റൈറ്റ് ബ്രെയിൻ ആണ്, റൈറ്റ് ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന ലെഫ്റ്റ് ഹാൻഡാണ്. അപ്പം റൈറ്റ് ബ്രെയിനിലാണ് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പം ലെഫ്റ്റിലേക്ക് കൂടി വരുന്ന എല്ലാ സിഗ്നൽസും ഇവിടെയാണ് വരിക. അപ്പോൾ റൈറ്റ് ബ്രെയിൻ ഓക്കെ ആയിട്ടുള്ള ഒരാൾക്ക് ഇത് പെട്ടെന്ന് സെൻസ് ചെയ്യും. അയാൾ ജസ്റ്റ് നമ്മൾ ചില ആളെ കാണുന്നില്ല, വീടിലെല്ലാം കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ പറയും ഇവിടെ എന്തോ തരത്തിലെ നെഗറ്റീവ് എനർജി ഉണ്ട്. ഇപ്പം അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ചില ആൾ പറയും ഭയങ്കര, ഇപ്പൊ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ആ പോയ സമയത്ത് ഒന്നും നോക്കണ്ട, ജസ്റ്റ് കയറിയാൽ പറയും ഇവിടെ ഭയങ്കര എനർജിയാണെന്ന് പറയും. എങ്ങനെയാന്ന് അവര് സെൻസാണ്. അപ്പോൾ റൈറ്റ് ബ്രെയിനിന്റെ സെൻസ് ചെയ്യാനില്ല, ഡിറ്റക്ട് ചെയ്യാനില്ല കഴിവ് എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്കും ചെയ്യാലോ ദിവസം. അല്ല, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇപ്പോൾ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്? ഒന്നും വേണ്ട. നിങ്ങൾ സാധാരണ ഒരു കാര്യം പഠിച്ചിട്ടില്ലെങ്കിലും ഒരു 10 മിനിറ്റ് ഒരു ദിവസം 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രസൻസിൽ നിൽക്കുക. മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം വേറൊന്നുമില്ല, വലിയ ഇതൊന്നുമില്ല, റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല അതിൽ. നമ്മൾ പ്രസന്റ്, ഈ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ പ്രസന്റിൽ ഞാൻ മൈൻഡ് വെച്ചിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരിക്കുന്നതിനെ മെഡിറ്റേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അതിന് ബുദ്ധിമുട്ടില്ല ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രൂപം വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെക്കുക. കാരണം നമുക്ക് ഒരു മീഡിയം വേണമല്ലോ കാണാൻ. അപ്പോൾ എല്ലാവർക്കും ഈ ഇങ്ങനെ ഒരു പ്രസന്റ് ഇരിക്കാൻ വേണ്ടി പറ്റൂല. എന്നോട് കുറേ ആൾക്കാരുണ്ട് ഈ മെഡിറ്റേഷൻ ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സംഭവം ഉണ്ടോ എന്ന്. ഞാൻ പറയില്ല, മെഡിറ്റേഷനാണ് ഇതിൻ്റെ താക്കോൽ. ഇത് തേർഡായി ഓപ്പൺ ചെയ്യേണ്ടത്, നമ്മൾ ക്ലിയർ സെൻസിൽ ഓപ്പൺ ചെയ്യേണ്ട താക്കോൽ മെഡിറ്റേഷനാണ്. ഒരു മെഡിറ്റേഷൻ ചെയ്യാണ്ട് ഒരു ഹീലർക്ക് ഒരിക്കലും 100% ആവാൻ പറ്റില്ല. കാരണം മെഡിറ്റേഷൻ ചെയ്താലാണ് നമ്മുടെ ഉള്ളിലെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിക്കുക. ഈ ചക്രാസ് എല്ലാം ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും. ചക്രാസിന് ഓരോ ചക്രാസിന് പെറ്റൽസ് ഉണ്ട്, അതായത് ഇതളുകൾ. അതെല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് നമുക്ക് ഈ സാധനം വർക്ക് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ പഠിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പം ചില ആൾ എന്നോട് ചോദിക്കും ഇതെനിക്ക് പഠിക്കാൻ പറ്റുമോ, എനിക്ക് ഹീലിങ്ങിനെ പറ്റുമെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ കഴിവൊന്നും. എല്ലാവർക്കും പറ്റും. എന്താണ് നമ്മുടെ മനസ്സാണ് പ്രധാനം. നമുക്കിത് ചെയ്ത് നേരെയാക്കാൻ പറ്റും. ഇപ്പം ചില ആൾക്കാർ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളിൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ പറയും നിങ്ങൾ വേറെ ആളെ കൊണ്ട് ഹീൽ ചെയ്യിച്ചിട്ട് കാര്യമില്ല, നിങ്ങളെ കർമാസ് നിങ്ങൾ തന്നെ ഹീൽ ചെയ്ത് നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്ത് കുറക്കണം. ഈ ക്രോണിക്കെല്ലാം വരുന്നത് കാർമ്മികപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ കർമാസിനെ ഹീൽ ചെയ്യണം. ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ റേക്കി ചെയ്ത ആൾക്കാർ നിങ്ങൾ
റേക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൊഡാലിറ്റി കുറച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്യും. അവർ പറയും കർമാസ് വന്ന് എനിക്ക് അങ്ങനെ നെഗറ്റീവ് എനർജി വന്ന് ഞാൻ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അല്ല, അങ്ങനെ പല ആളുകളും പറയാറുണ്ട്. നമ്മള് ഇപ്പൊ ഒരു ചിലപ്പോ ബാധാദോഷമായിരിക്കും, ആ ബാധയെ മോക്ഷത്തിലേക്ക് വിടുമ്പോ അതിന്റെ ഒരു ശാപം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലത് നമ്മളെ ബാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് തേർഡ് ഐ ആക്റ്റീവ്, ആ ബാധ എന്താണ് വിചാരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. തേർഡ് ഐ ആക്റ്റീവ് ആണ്. അപ്പൊ ബാധക്ക് എന്തെങ്കിലും തരത്തിലില്ല ഒരാഗ്രഹങ്ങൾ ഉണ്ടാവും. കാരണം അതിന് ബോഡി ഇല്ലല്ലോ. ബോഡി ഉണ്ടെങ്കിലല്ലേ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ പറ്റും. അപ്പം ബോഡി ഇല്ല, അപ്പം അതിനെന്തെങ്കിലും തരത്തിൽ ഇതുണ്ടാവും. അപ്പം അത് നമുക്ക് തേർഡ് ഐയിലാൾക്ക് മനസ്സിലാവും. അപ്പം അയാൾ പറയും അതിനൊരു പ്രതിവിധി അയാൾ ചെയ്യും, എന്തെങ്കിലും കാര്യങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ ബാധ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകും. ഇതൊന്നും അറിയാൻ നമ്മൾ വെറുതെ ഇവിടെ നിന്ന് ഒരാളെ അടിച്ചോടിക്കുന്നതും ഒരാൾക്ക് ഭക്ഷണം കൊടുത്ത് സന്തോഷിച്ച് പറഞ്ഞു വിടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിച്ച് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ അത് ശപിക്കത്തില്ല. അതേസമയം നമ്മൾ അടിച്ചോടിക്കുന്ന അങ്ങ് ശപിച്ചുകൊണ്ടാവുക. അതേപോലെ തന്നെയാണ് ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ബ്ലോക്കേജ് ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എനർജിനെ നമ്മൾ അടിച്ചോടിക്കല്ല ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കുകയെന്ന് അതെന്തുകൊണ്ടാണ് എനർജി വന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ പറയാം, നിങ്ങളിപ്പം കഴിഞ്ഞ ജന്മത്തിൽ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലം ചെയ്തുകൊണ്ടായിരിക്കും ഈ സമയത്ത് ഫുഡ് റിലേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലം വരിക. അപ്പം നമ്മൾ അവരോട് പറയും നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അതിന് പ്രതിവിധിയായിട്ട് ഇങ്ങനെ ഈ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ള ഇതുണ്ട്. അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. പിന്നെ ഞാൻ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റം വരും. അല്ല, നമ്മൾ ഈ പഴയ കുടുംബങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോയതായിട്ട്, ഒന്നും അടിവേര് പോലും ഇല്ലാത്ത രീതിയിൽ ഇല്ലാതായി പോകുന്ന കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ കർമ്മഫലങ്ങളല്ലേ? കർമ്മഫലം എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ അധികം കണ്ടു വെച്ചാൽ, ആരും നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്താൽ, ഇപ്പം ഹീലർ ആയിക്കോട്ടെ, അവർ സ്വയം ബോഡിയിൽ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം അവർ എല്ലാവരും അല്ല, ചില ആൾക്കാർ ചെയ്യുന്നില്ല. ഞാൻ കാണുന്ന കുറേ ആൾക്കാർ ചെയ്യുന്നില്ല. അവർ ആൾക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്, ഹീലേഴ്സ് ആയാലും. പക്ഷെ അവർ സ്വന്തം ബോഡി, ഞാൻ ഈ പറഞ്ഞതുപോലെ ചക്രകളിൽ വർക്ക് ചെയ്യുന്നില്ല. ചക്രകൾ കൻസാകുക, നമ്മുടെ ബോഡിയിലെ പ്രാണനെ ആക്ടിവേറ്റ് ചെയ്യുക, ഇതൊന്നും അവർ ചെയ്യുന്നില്ല. അതാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മളിപ്പോൾ ഞാൻ സ്ഥിരം പ്രാക്ടീസ് ചെയ്യാണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ഇത് ചെയ്ത് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ഫ്രീക്വൻ്റ് അല്ലാണ്ട് ചെയ്യാന്ന് വെച്ചോ, ഞാൻ ഒരു ഹീലറാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചെയ്യാത്ത ദിവസം നിങ്ങളെ ഹീൽ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലേക്കൂടി ഫ്ലോ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും കൂടി അങ്ങോട്ട് പോകും. അപ്പോൾ എൻ്റെ ഇവിടെ മൈനസ് വന്നു. അപ്പോൾ എനിക്കിവിടെ മൈനസ് വന്നു, ഞാനിത് റീചാർജ് ചെയ്യണം വേണ്ടേ? ഞാനിത് റീചാർജ് ചെയ്യുന്നില്ല, ഞാൻ അടുത്തയാൾക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ എന്തായി? വീണ്ടും മൈനസായി. അതേസമയം ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്യുമ്പോൾ, ഞാൻ സാധാരണ 10 മിനിറ്റാണ് ചെയ്യുന്നെങ്കിൽ ഞാൻ ഒരു അരമണിക്കൂർ ചെയ്താൽ മാത്രമേ ഈ പോയ ഊർജ്ജം എന്നിലേക്ക് വരൂ. ഞാൻ പിന്നെ അത് ചെയ്യുന്നില്ല, ഞാൻ കുറച്ച് ചെയ്ത് അടുത്ത ദിവസം വീണ്ടും ചെയ്യുന്നില്ല, അടുത്തയാളെ വീണ്ടും ചെയ്യാം. അപ്പോൾ എത്രയായി? നമ്മൾ ഫുള്ള് മൈനസിലേക്ക് ഓടാൻ തുടങ്ങിയില്ലേ? നമ്മുടെ പ്രാണനിലേക്കാ പോകുന്നു. ഈ ചില ഹീലർമാർ അടുത്തേക്ക് വരുന്ന ആളുകളുടെ എനർജിയെ ഊറ്റിയെടുക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് പ്രോബബ്ലി സാധ്യമാണ്. എന്തായെന്ന് പറഞ്ഞാൽ, നമ്മൾ എനർജീനെ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ യൂണിവേഴ്സിലെ എനർജീനെ നമ്മൾ കോൾ ചെയ്ത് വരുത്തിക്കുന്നില്ല. ഇവിടെ എവിടെയോ കിടക്കുന്ന എനർജീനെ നമ്മൾ കോൾ ചെയ്ത് വരുത്തും. അപ്പം ഇത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, ചില ആൾക്ക് ഇത് പറ്റും. കാരണം ഇപ്പോൾ റേക്കി കൊണ്ട് നമ്മൾ ഇപ്പോൾ ഏതൊരു എനർജിയും ഇൻറ്റൻഷനാണ് പ്രധാനം. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചിന്ത. ഇപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് നല്ലതായിട്ട് വർക്ക് ചെയ്യും. എന്താ അയാൾക്ക് ദോഷമാവട്ടെ എന്ന് പറഞ്ഞാൽ ഈ എനർജീനെ കൊണ്ട് തന്നെ ദോഷമായിട്ടും വർക്ക് ചെയ്യിക്കാം. ഇപ്പം നമ്മൾ എക്സാമ്പിൾ നമ്മളിപ്പം ഹിന്ദു താന്ത്രിക ഇതിൽ കാണുന്നില്ലേ, ഭദ്രകാളി അനുഗ്രഹമായിട്ട് വന്നു, ചില ആൾ പറയും ഭദ്രകാളി ബാധയായിട്ട് വന്നു. അപ്പോൾ ഒരേ എനർജി അല്ലേ, ഭദ്രകാളി ഒരേ എനർജി അല്ലേ? അപ്പം അങ്ങനെ 2 ഫോമായിട്ട് വർക്ക് ചെയ്യുന്നു.